ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇൻഡോർ പ്ലാന്റെല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ മൊത്തമായിട്ട് ഒന്ന് കുളിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ നാളായി മഴയായതുകൊണ്ട് അങ്ങനെ കഴുകാനോ ഒന്നും പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഏതായാലും ഞാൻ 2 വീൽ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പണിയും കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും ഞാൻ പുറത്ത് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തമായിട്ടൊന്ന് നനച്ചിട്ട് ഇതിൻ്റെ പൊടിയും എല്ലാം ഉണ്ടാവുമല്ലോ, പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിലൊന്ന് കഴുകിയിട്ട് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെയാകുമ്പോൾ ലീഫ് ഓരോന്നായിട്ട് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും എല്ലാം കൂടുമ്പോൾ ഇതുപോലെ പുറത്ത് വെച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതാ എല്ലായിടത്തും പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൊത്തമായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് പോയി കിട്ടും. പിന്നെ നല്ലൊരു റീഫ്രഷും കൂടി ഈ ഒരു പ്ലാന്റിന് കിട്ടും കേട്ടോ. അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റിൽ ഗിവ് അവേ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് പ്ലാന്റാണെന്നുള്ളതൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ അപ്പം ഈ ഇതിലുള്ള പ്ലാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നല്ലൊരു 2 വരി പിന്നെ കമൻറ്റും കൂടി നൽകുക. അപ്പോൾ കമൻറ്റ് നോക്കിയിട്ടാണ് കേട്ടോ, നല്ല കമൻറ്റ് തരുന്നവർക്കാണ് കേട്ടോ ഞാൻ കൊടുക്കുക. അപ്പം ഞാൻ എത്രത്തോളം ഉണ്ട് പ്ലാന്റ് ഉണ്ട് അത്രത്തോളം ഉള്ളവർക്ക് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏത് പ്ലാന്റാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനിതാ പോട്ടും കൂടി പുറത്ത് വെച്ചിട്ടുണ്ട്. ആ ചെടിയിൽ മൊത്തമായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഈ പോട്ടൊക്കെ ഒന്ന് നന്നായിട്ട് പിന്നെ വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കാർ വാഷറുണ്ട് ലിക്വിഡ്, അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴയായതുകൊണ്ട് എന്തായാലും ചളിയൊക്കെ തെറിച്ചിട്ട് ഈ പോട്ടിൻ്റെ സൈഡൊക്കെ മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി. പിന്നെ ഒരേ മഴയായതുകൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2 ദിവസം നല്ല വെയിലും അങ്ങനെയെല്ലാം ഉള്ളത് കൊണ്ട് വിചാരിച്ചു ഈ ഒരു പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ബ്രഷ് തന്നെ വേണമെന്നില്ല, സ്പോഞ്ച് ഇട്ട് കഴുകിയാലും മതി കേട്ടോ. അപ്പോൾ ഈ ബ്രഷ് ഞാൻ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് പറയാം ഞാൻ. 72 രൂപയാണ് കേട്ടോ ഈ ഒരു പോട്ടിന് റേറ്റ് വന്നത്. ആ റെഡ് കളറ് പോട്ട് കണ്ടോ, അതിന് ഒന്നിന് 100 രൂപയാണ് കേട്ടോ ആയത്. പിന്നെ ഇന്നർ പോട്ടാണ്. അപ്പം ഈ ഇൻഡോർ പ്ലാന്റ് നമ്മൾ വെക്കുമ്പോൾ എപ്പം ആദ്യം നമ്മൾ ചെറിയ പ്ലാന്റൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും ചെറിയ ചട്ടിയിലായിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ അതിൽ കുറച്ച് വളർന്നിട്ടാവുമ്പോൾ പിന്നെ നമ്മൾ പോട്ട് മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറേ ആയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് അതിൽ തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വലിയ പോട്ടിലേക്ക് പ്ലാന്റ് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതെല്ലാം ചട്ടിയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ നല്ല മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് വൈറ്റ് കളറായതുകൊണ്ട് ശരിക്കും എടുത്ത് കാണുകയും ചെയ്യും. മണ്ണ് പുറത്ത് ചളി തെറിച്ചിട്ടെല്ലാം ഉണ്ട്. അപ്പം എൻ്റെത് ഈ ഒരു ഭാഗം മാത്രമേ പിന്നെ ബേബി മെറ്റൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഭാഗം ഇട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ചളി തെറിക്കും. അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഇതൊന്ന് ചെയ്യണമെന്നുള്ളത്. അതിപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്, അന്നേരം ചെയ്യുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പോട്ടും നന്നായിട്ട് ഇതിൻ്റെ അകവും പുറവും ഒക്കെ നന്നായിട്ട് തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പോട്ട് കഴുകി കഴിഞ്ഞപ്പോൾ നല്ല പുതിയതുപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ട് ഇപ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ മണ്ണിൻ്റെ കറ പിടിച്ചിട്ട് പിന്നെ അത് പോകില്ല കുറേ നാൾ കൂടിയിട്ടാകുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ എപ്പം നമ്മളെ പോട്ട് നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ എല്ലാ പോട്ടും ഞാനിതാ തേച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കഴുകിയിട്ടും കൂടി എടുക്കണം കേട്ടോ.
ചട്ടി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുതിയത് വാങ്ങിയതുപോലെ തന്നെ ഉണ്ട് കേട്ടോ കഴുകിയെടുത്ത് നോക്കുമ്പോൾ. അങ്ങനെ ഈ റെഡ് ചട്ടി ഞാൻ ഈ 2 ഫില്ലറിൻ്റെ ഈ സൈഡിലാണ് കേട്ടോ 2 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഇതാ വൈറ്റ് പോട്ടെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റെപ്പിനും പിന്നെ ഡോറിൻ്റെ സൈഡും എല്ലായിട്ട് ഓരോരോ ചട്ടി വെച്ചിട്ട് അങ്ങനെ പ്ലാന്റ് വെക്കലാണ് കേട്ടോ. അങ്ങനെ അത് ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഏത് പ്ലാന്റാണ് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ അത് മാത്രമല്ല ഒന്നും നിങ്ങൾ കൊറിയർ ചാർജോ ഒന്നും തരേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കൊടുക്കുന്ന പ്ലാന്റ് അത് ഫ്രീ ആയിട്ടായിരിക്കും. ഡെലിവറിയും കൊറിയർ ചാർജൊക്കെ ഞാൻ തന്നെ കൊടുക്കും കേട്ടോ. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നല്ല 2 വരി കമൻറ്റും കൂടി നൽകുക കേട്ടോ. അപ്പോൾ നല്ല കമൻറ്റ് നോക്കിയിട്ട് ഞാൻ പിന്നെ പ്ലാന്റ് ഞാൻ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇത് ചട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലുള്ള ഒരുവിധ പ്ലാന്റൊക്കെ പുതിയത് വാങ്ങിയതാണ്. അപ്പോൾ കുറേ ആയിട്ടില്ല. ആയിട്ടാകുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ തൈകളൊക്കെ വന്നിട്ടാകുമ്പോൾ ഞാൻ ഇതുപോലെ ഗിവ് അവേ നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലാന്റെല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ തൈകൾ വാങ്ങിയതാണ്. അതൊക്കെ നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നല്ല പുതിയ പുതിയ തൈകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അപ്പം ഇത് കൂടുതൽ ഉണ്ടാക്കി എടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഞാൻ ഗിവ് അവേ ആയിട്ട് നൽകാൻ പോകുന്നത്. ഇത് നമ്മൾ അഗ്ലോണിമ ലിപ്സ്റ്റിക് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചട്ടി നിറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ ഈ ചട്ടിയിൽ ഒതുങ്ങുന്നത് ഇതിൽ വെച്ചിട്ടാകുമ്പോൾ ബാക്കിയുള്ള പ്ലാന്റ് മൊത്തം ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പം എന്നാൽ നിങ്ങൾക്ക് നല്ല പ്ലാന്റ് കിട്ടും. അപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പം നിങ്ങൾ കണ്ടു ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ടാകുമ്പോൾ ആ കമൻറ്റിൽ നിന്ന് നല്ല കമൻറ്റ് നോക്കിയിട്ട് ഞാൻ എത്ര പേർക്ക് കൊടുക്കും എന്നുള്ളത് ഞാൻ ആ പാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അതിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.